സത്യമേവ ജയതേ എന്ന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട പാലക്കാട് MLA മുങ്ങിയിട്ട് ഇന്നേക്ക് 9 ദിവസമാവുകയാണ്. ഇന്നലെ സത്യം ജയിച്ചു. രാഹുലിനോട് കിഴക്കകത്തെന്ന് ആദ്യം കോടതി, പിന്നെ കടക്ക് പുറത്തെന്ന് കോൺഗ്രസ് പാർട്ടിയും. ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിയിൽ കോടതി പറയുന്നു. നമ്മുടെ നിയമസഭയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പോലെ ഒരു അശ്ലീലം ഇനി വേണോ? ഇന്ന് കണ്ണൂർ SN കോളേജിൽ നിന്ന് ചില ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. രാഹുലേട്ടനോട് അതിയായ സ്നേഹമുള്ള ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിദ്യാർത്ഥിയാൻ വേണ്ടി പറ്റില്ല. പെൺകുട്ടികളെ അറിയാം. ഇവിടെ വീട്ടിലോ നാളെ അമ്മേനെയോ പെങ്ങന്മാരെയോ വരയ്ക്കാൻ പാർട്ടിക്ക് വേണ്ടാത്തവനെ ഇനിയും എന്തിനാണ് ഈ KSU പ്രവർത്തകർ ചുമക്കുന്നത്? കേരളത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അല്ലേ ഇന്ന് രാഹുൽ? എന്തിനാണ് ആ പോസ്റ്റർ കീറിക്കളയുന്നത്? പാർട്ടിക്ക് ബോധ്യപ്പെട്ടു അവൻ ക്രിമിനൽ ആണെന്ന്, കേരളത്തിന് ബോധ്യപ്പെട്ടു, മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതിക്ക് ബോധ്യപ്പെട്ടു. അവൻ ചെയ്തതൊന്നും നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലേ? രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു സീരിയൽ പെർവേർട്ടാണെന്ന് ആദ്യം നമ്മൾ കേട്ടത് സമൂഹ മാധ്യമങ്ങളിലാണ്. അന്ന് രാഹുൽ ഹൂ കെയർസ് എന്നാണ് ചോദിച്ചത്. ആ ഹൂ കെയർസ് കേരളത്തോടുള്ള പരിഹാസമായിരുന്നു, പരാതിക്കാരികളെ അപമാനിക്കലായിരുന്നു. അന്ന് രാഹുലിന്റെ മുഖത്ത് കണ്ടത് അശ്ലീല ചിരിയാണ്. ഇന്ന് നിങ്ങൾ ആ ക്രിമിനലിന് കുട പിടിക്കുകയാണ്. നിങ്ങളിലാണ് നാടിന്റെ പ്രതീക്ഷ. രാഷ്ട്രീയം സംസാരിക്കുന്ന നിങ്ങളിൽ അത് ഇതുപോലെയുള്ള പെർവേർട്ടുകളെ പിന്തുണച്ച് കളയരുത്. ഇന്നും കേരള നിയമസഭയിലെ അംഗമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. ഈ നിമിഷവും പിടികിട്ടാപ്പുള്ളി. ഇന്ന് പാർലമെന്റിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് എത്തിയിരുന്നു. എന്ത് അപമാനമാണെന്ന് നോക്കൂ. JB Metraji, today, my friend, esteemed colleague from Kerala, today introduced a bill, Sexual Harassment of Women Prevention Bill. Contextually correct, sir. She has been mum in Kerala. She is very vocal in the Parliament House. Her own colleagues are under cloud there in Kerala, which is creating a mayhem in Kerala politics. JB Metraji, you should open your mouth when things happen in Kerala. A political party had to wait days and days not to harass them. There are hundreds of gentlemen in that political party. I know most of them, some of them, of course. But at the same time, they had to take, dilly-dallying the process. How to, give him a chance to escape it. ഇത് പാർലമെന്റിൽ വന്ന രാഹുലിന്റെ വിഷയം വന്നതാണ്. ഇന്ന് 9 ദിവസമായി മുങ്ങിയിട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിലേക്ക് പോയി. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അന്യ സംസ്ഥാനങ്ങളിൽ പോയി കൊടും കുറ്റവാളികളെ പിടികൂടാൻ കഴിവുള്ള കേരള പോലീസിന് 9 ദിവസമായിട്ട് പാലക്കാട് MLA പിടികൂടാൻ കഴിയാഞ്ഞിട്ടാണോ, വേണ്ട എന്ന് വെച്ചിട്ടാണോ? ആര്യ, രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാട് MLA ഇപ്പോൾ ബലാത്സംഗ കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ 9 ദിവസമായി ഈ പ്രതിയെ തിരക്കി സംസ്ഥാനത്തിന് പുറത്ത്, പ്രത്യേകിച്ച് കർണാടക കേന്ദ്രീകരിച്ച് കേരള പോലീസിന്റെ ഒരു സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ രാഹുലിന്റെ നീക്കം നിരീക്ഷിച്ച് കഴിഞ്ഞ ദിവസം വരെ രാഹുലിനെ ഏതാണ്ട് കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ, അതായത് തൊട്ടില്ല എന്ന മട്ടിൽ പോലീസും രാഹുലും തമ്മിൽ ഒരു ഓട്ടപ്പന്തയം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി. കാരണം രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് പോലീസിന്റെ റഡാറിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സജീവമായ നീക്കം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഓടട്ടെ എന്ന് വിചാരിക്കുകയാണോ സർക്കാർ പോലീസും? അത് രാഷ്ട്രീയമായ തീരുമാനമാണോ, അതോ ഇനി ഈ കോടതിയുടെ പരിഗണനയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ വന്നതുകൊണ്ട് ഒരു ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണോ എന്നുള്ള കാര്യം ഇനി അറിയാനുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഇപ്പോൾ ഈ വഞ്ചൂർ കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യം വരുന്നപ്പോൾ പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ലായിരുന്നു. ആ അറസ്റ്റിനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതിയാണ് പോലീസ് വരുത്തിയത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി, അതായത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ഇനി ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട
ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് ഈ ഇത് വരുമ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്നത് ഉചിതമല്ല എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ പോലീസിൽ ഉണ്ടാകും. കൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിലവിൽ നമ്മുടെ മുന്നിൽ 2 പെൺകുട്ടികളുടെ പരാതികളാണുള്ളത്. 2 പെൺകുട്ടികളുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അതിൽ 2ലും നമ്മൾ കേട്ട ഒരേ വാചകമുണ്ട്: ഐ വോണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ്. 2 മനുഷ്യർ തമ്മിൽ സ്നേഹത്തിലാകുമ്പോൾ പുരുഷന് സ്ത്രീയോട് പറയാൻ കഴിയുന്ന സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ വാക്കുകളാണ്: നിനക്കൊപ്പം എനിക്കൊരു കുടുംബം വേണം, കുഞ്ഞ് വേണം. ആ സ്നേഹത്തെ പോലും അശ്ലീലമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രെഡേറ്റർ. പെൺകുട്ടികളെ ഗർഭിണിയാക്കുക, പിന്നെ നിർബന്ധിച്ച് ആ കുഞ്ഞിനെ കൊന്നുകളയുക. ലൈംഗിക വൈകൃതമെന്ന വാക്ക് പോരാ രാഹുലിന്റെ സ്വഭാവ ഗുണത്തെ വിശേഷിപ്പിക്കാൻ. പലതരം വൈകൃതങ്ങൾ കേട്ടിട്ടുണ്ട്, പലതരം കുറ്റകൃത്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതുപോലൊന്ന് ആദ്യമാണ്. നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്? അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. പണ്ടും പറഞ്ഞിട്ടുണ്ട്, ചികിത്സയാണ് നൽകേണ്ടത്, അതിനും സമയം അതിക്രമിച്ചു.